സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. വടക്ക് നോക്കി യന്ത്രം. എന്ത്? അതെന്നതാ? വടക്ക് നോക്കി യന്ത്രം അതെന്നതാ? കോമ്പസ്. വടക്ക് നോക്കി യന്ത്രം എന്തിനാ ഉപയോഗിക്കുന്നത് പൊതുവെ? വടക്ക് നോക്കി യന്ത്രം ഭൂമിയുടെ കാന്തിക വലയത്തിന് മാഗ്നറ്റിക് നോർത്ത്, അതായത് ദിശ കാണിക്കുന്ന ഒരു ഉപകരണം. അപ്പം അതിൻ്റെ അകത്തെ കാന്തിക സൂചി എപ്പോഴും വടക്ക് തെക്കായിട്ട് നിലകൊള്ളും. അതുകൊണ്ട് തന്നെ നമുക്ക് കിഴക്ക് പടിഞ്ഞാറും കൂടെ അറിയാനുള്ള സാധ്യത എപ്പോഴും ഈ വടക്ക് നോക്കി യന്ത്രത്തിലുണ്ട്. പ്രധാനമായിട്ടും ഈ കപ്പൽ യാത്രയിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഇന്നത്തെ പോലെ GPS-ഉം ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഇല്ലല്ലോ, റൂട്ട് മാപ്പൊന്നും അറിയാനായിട്ടുള്ള മാർഗ്ഗമൊന്നും ഇല്ലല്ലോ. കപ്പൽ യാത്രയിൽ കപ്പിത്താന്മാർ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെയൊക്കെ നോക്കും. അതുപോലെ പിന്നീട് വളർത്തിയെടുത്ത വികസിപ്പിച്ചെടുത്ത മുമ്പോട്ട് യാത്ര ചെയ്യാൻ ദിശ അറിയാനുള്ള ഒരു കാന്തിക ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. എന്താണ് വടക്ക് നോക്കി യന്ത്രം? അപ്പം നമ്മൾ ശ്രദ്ധിച്ചേ, അപ്പം ഈ കപ്പിത്താൻ കപ്പൽ മുമ്പോട്ട് നയിക്കുന്നത് ഈ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. എങ്ങോട്ട് പോകണം? കരയിൽ നിന്ന് കപ്പൽ കടലിൻ്റെ ഉൾക്കടലിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കടൽ പരന്ന് കിടക്കുക. എങ്ങോട്ട് തിരിക്കണമെന്നൊരു പിടുത്തമില്ല. അപ്പോഴൊക്കെ തിരിക്കുന്നത് എന്താ? ഈ വടക്ക് നോക്കി യന്ത്രം. അതിൻ്റെ സൂചി കണ്ടിട്ടാണ് ഈ കപ്പിത്താൻ തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ വലിയ കൊടുങ്കാറ്റുണ്ടായി, വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. അപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ കപ്പിത്താൻ തൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾക്കനുസരിച്ച്, ഫീലിങ്സിനനുസരിച്ച്, തോന്നലുകൾക്കനുസരിച്ച് തീരുമാനം എടുക്കുവോ? പറ. എടുക്കത്തില്ല. ഇദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ എങ്ങോട്ട്, എന്തിനെ ആശ്രയിച്ചിരിക്കും? ഈ വടക്ക് നോക്കി യന്ത്രത്തെ ആശ്രയിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എന്നതുപോലെ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫീലിങ്സ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ചില തോന്നലുകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. എന്നാൽ പിന്നെ ഇങ്ങനൊരു തീരുമാനം എടുക്കാം, അങ്ങനൊരു തീരുമാനം എടുക്കാം. നോ, നിന്റെ തോന്നലുകൾക്കനുസരിച്ച് നീ തീരുമാനം എടുക്കരുത്. അടുത്തിരിക്കുന്ന ആളോട് പ്രത്യേകം പറഞ്ഞു കൊടുത്തേ, തോന്നലുകൾക്കനുസരിച്ച് തീരുമാനം എടുക്കരുത്. പറഞ്ഞുകൊടു. കാരണം കൂടെ പറഞ്ഞോ. എന്താ കാരണം? നീ തോന്നിവാസിയാവും. അതും കൂടെ പറഞ്ഞുകൂടും. നീ തോന്നിവാസിയാവും, അത് പറഞ്ഞുകൂടാ. അതാണ് കാരണം. നീ വെറും തോന്നിവാസിയാവാനല്ലെന്ന്. നിനക്ക് ഫീലിങ്സ് പലതും ഉണ്ടാവും. ഫീലിങ്സിനനുസരിച്ച് തീരുമാനം എടുക്കരുത്. അങ്ങനെ എടുത്താൽ നീ കരയേണ്ടി വരും. ഈ ഭൂമി ജീവിതം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തോന്നലുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. തോന്നലുകൾക്കനുസരിച്ച് തീരുമാനമെടുക്കരുത്. തീരുമാനമെടുക്കുന്നത് വചനത്തിൽ ആശ്രയിച്ചായിരിക്കണം. ശ്രുതിപര ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനത്തിൽ ആശ്രയിച്ച് നീ തീരുമാനം എടുത്താൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, നിന്നെ ആർക്കും വീഴ്ത്താൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതിനെന്താ ചെയ്യേണ്ടത്? ഈ വചനം നമ്മൾ അധരത്തിൽ പറയണം. വചനം പറയണം. ഹല്ലേലൂയാ. നമുക്കറിയാം, എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ആയിരിക്കണമെന്നില്ല. ചില ദിവസങ്ങളിലൊക്കെ വല്ലാണ്ട് മൂഡ് സ്വിങ്സ്, വല്ലാണ്ട് വിഷാദം, അസ്വസ്ഥത, ഭാരം ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ തോന്നും ചത്താ മതി, ചിലപ്പോൾ തോന്നും എന്തിനാ ജീവിതം, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടു, ഇതൊക്കെ തോന്നും. ഇതെല്ലാം വരും. മനുഷ്യരാണ്. നൂലിൽ കെട്ടിയിറക്കിയ മാലാഖമാരൊന്നും അല്ല നമ്മൾ. മനുഷ്യരാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നീ മനുഷ്യരാണ്, നീ മനുഷ്യ സ്ത്രീയാണ്. നിനക്കിങ്ങനെ പലതും ഉണ്ടാവും, ഇങ്ങനെ ചിന്തകൾ. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഭയങ്കരമായ ഡിപ്രഷൻ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ഉത്സാഹം തോന്നുന്നില്ല. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യണമെന്നറിയോ? ഹെബ്രായ ലേഖനം 13:5. ഏതാ വചനം? പറഞ്ഞേ. ഹെബ്രായ ലേഖനം 13:5. അറിയാവുന്നൊരു ഒച്ചത്തിൽ പറഞ്ഞേ. ഒച്ചത്തിൽ പറഞ്ഞേ. അത് 13:8 ഒച്ചത്തിൽ പഠിച്ചേ. ശ്രദ്ധ വായിച്ചേ. 13:5 വായിച്ചേ. 13:5 കിട്ടിയില്ലേ? ബൈബിൾ തുറക്ക്. ഹെബ്രായ ലേഖനം. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. യെസ്. എന്നിട്ട് അടുത്ത കാര്യം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. യെസ്. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ടോ? ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല. പറഞ്ഞേ.
ദൈവം എന്നെ ഒച്ചത്തിൽ പറ, ദൈവം എന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ശ്രദ്ധിച്ചേ. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുകയാണ്, ഓ കൊള്ളത്തില്ല, ജീവിതം തീർന്നു, അങ്ങനെ ഇങ്ങനെ വലിയ ഭാരം തോന്നുമ്പോൾ നമ്മൾ നമ്മളോട് ഈ വചനം പറയണം. ഹെബ്രായ ലേഖനം 13:5, ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല. ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയില്ല. ഇതിങ്ങനെ പറയണം. നമ്മുടെ വാ തുറന്ന് നമ്മളോട് പറയണം. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? വീട്ടിലൊക്കെ നടക്കുമ്പോൾ അടുക്കളപ്പണി, ദൈവമേ ഇന്നും ഈ മനുഷ്യന് ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ. ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെയാണ് പരത്തുന്നത്? സത്യം പറ. ഭർത്താവിനെ പരത്തോ? ഇതിയാൻ്റെ ചപ്പാത്തി. എൻ്റെ അവസ്ഥ ഇതിയാന് വല്ലോ മനസ്സിലാകുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് പറയണം? ദൈവം എന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. ഇരിക്കട്ടെ ചപ്പാത്തി, രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കും. ഇച്ചിരി അതിൻ്റെ മുകളിൽ ഇച്ചിരി അതും കൂടെ ചെയ്തേക്ക്, ബട്ടറും കൊടുത്തേ. അതായത് ഇത് നമ്മൾ പറയണം. ഇല്ലെങ്കിൽ നീ നെഗറ്റീവ് അടിച്ച് മൊത്തം തീരും. നമ്മൾ നമ്മളോട് തന്നെ പറയണം. വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യും. ദൈവമേ അങ്ങനെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല. പറയണമെന്ന് വചനം പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രാവിലെ തൊട്ട് പല അമ്മമാരുടെ യുദ്ധം മക്കളോടാണ് അല്ലേ. എടാ അങ്ങനെ കിടക്കാതെ എഴുന്നേറ്റ് പോടാ. അവനവിടെ കിടക്കും. വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. മകളോട് പറയും, എടി വന്ന് നീ ഇതൊക്കെ കഴുക്. വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. വെറുതെ എനർജി കളയാതെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുക. ദൈവം എന്നെ ഒരിക്കലും അവഗണിക്കുക ഉപേക്ഷിക്കുകയില്ല. സമാധാനം ഉണ്ടാവും. വെറുതെ വീട്ടിൽ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കാതെ വചനം പറയുക. വചനം പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ വചനം പറയണം. അല്ലാതെ ഉള്ളിലുണ്ട് പോട്ടയിൽ പോയിട്ട് പറയാം, നോ. മറിച്ച് നമ്മുടെ ഉള്ളിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വചനം നിന്റെ ഉള്ളിൽ ഇത് വിത്താണ്. ഈ വിത്ത് ഇങ്ങനെ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ ആരുടെയെങ്കിലും ഉള്ളിൽ തോന്നുവാണ് വലിയ കുറ്റബോധം. അയ്യോ എന്നാലും ഞാൻ ഈ പാപം ചെയ്തല്ലോ, എത്ര തവണ കുമ്പസാരിച്ച്, എന്നാലും ഈ പാപം ചെയ്തല്ലോ, ഇനി എനിക്ക് ജീവിതമില്ല, ഞാൻ തീർന്നു എന്നിങ്ങനെ വിഷമിച്ചിരിക്കാതെ യെശയ്യായുടെ പ്രവചനം 1:18 കേട്ടോ. യെശയ്യാ 1:18, കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ ഞാൻ വെണ്മയുള്ളതാക്കി തീർക്കും. കമ്പിളി പോലെ ഞാൻ വെളുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. അപ്പം നമ്മൾ പറയണം നമ്മളോട് തന്നെ, പിശാചേ എന്നെ പീഡിപ്പിക്കുന്ന പിശാച് ദൂരെ പോ. വചനം എന്നെ പഠിപ്പിക്കുന്നു, കർത്താവ് എന്നെ ക്ഷണിക്കുന്നു, രമ്യതപ്പെടാം. എൻ്റെ പാപങ്ങൾ കടും ചുമപ്പ് പോലെയെങ്കിലും അവിടുന്ന് അത് വെളുപ്പിക്കും, എന്നെ ശുദ്ധീകരിക്കും. അത് നമ്മളോട് തന്നെ പറയുക. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് വലിയ കടക്കെണിയിലാണെന്ന് കരുതുക. വലിയ കടക്കെണി. കടക്കെണി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്യും? സങ്കീർത്തനം 23:1 ഏതാ വചനം? പറയാലോ, പറഞ്ഞേ പറ, ഒച്ചത്തി പറ. കർത്താവിന്റെ ഇടയനാകുന്നു, എന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മളോട് തന്നെ പറയണം, വലിയ ഭാരം, വലിയ കടക്കണി, വലിയ അസ്വസ്ഥത, കർത്താവിന്റെ ഇടയനാകുന്നു, ഒന്നിനും എനിക്ക് കുറവുണ്ടാവുകയില്ല. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തി പറഞ്ഞേ, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം 119 അതിന്റെ 13 തിരുവചനം വായിച്ചാലോ? ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 119 119 അതിന്റെ 13 തിരുവചനം 13. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനകളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം ഞാൻ പറയും, വചനം പറയണം, വചനം പ്രഘോഷിക്കണം. ഹല്ലേലൂയാ. നിന്റെ ജീവിതത്തിൽ വേര് വളരണമെങ്കിൽ, ഡീപ്പായിട്ട് അത് വളരണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? വചനം നീ പറയണം. ഹല്ലേലൂയാ. വചനം പറയുക എന്നുള്ളത് കുറച്ച് വചന ശുശ്രൂഷകരുടെ മാത്രം പണിയല്ല, മറിച്ച് എന്റെയും നിന്റെയും കടമയാണ്. നിന്റെ തലയിൽ മാമോദീസ ജലം വീണപ്പോൾ നിനക്ക് ലഭിച്ച കർത്താവിന്റെ വലിയൊരു ദൗത്യമാണ് ഈ വചനം നീ പറയണം.
സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പറയണം. ഹല്ലേലൂയാ. ചില ആളുകളൊക്കെ ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും, അച്ഛാ എനിക്കൊരു വചന ശുശ്രൂഷകനാകണം, വചന ശുശ്രൂഷകയാകണം. ഞാൻ പറഞ്ഞു നല്ല കാര്യം, പരിശുദ്ധാത്മാവ് തന്ന പ്രചോദനമാണ്. അച്ഛാ ഇനി എന്നാണ് എനിക്കിവിടെ ഒരു അവസരം കിട്ടുന്നത്, എനിക്കിവിടെ പ്രസംഗിക്കണം. ഞാൻ പറയും ചേട്ടാ ചേച്ചി നമുക്ക് ആദ്യം ചെറുതായിട്ടത് പറഞ്ഞ് ശീലിക്കണ്ടേ. അല്ലച്ചാ എനിക്കതിനൊക്കെ പറ്റും, ഞാൻ ആദ്യം തന്നെ സ്റ്റേജിൽ കയറി പ്രസംഗം അല്ല. ആദ്യം തന്നെ എന്താ വേണ്ടത്? ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ ജീവിത സാഹചര്യങ്ങളോട്. അപ്പം ചിലർ പറയും അച്ഛാ വീട്ടിൽ പറയാൻ പറ്റിയ സാഹചര്യമല്ല, വചനം പറയാനുള്ള സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പറയണം. ഹല്ലേലൂയാ കേട്ടോ. വചനം പറയാൻ നിനക്ക് എല്ലാ അനുകൂല സാഹചര്യങ്ങളും, പ്ലാറ്റ്ഫോം റെഡി, മൈക്ക് റെഡി, ക്യാമറ റെഡി, അങ്ങനെയല്ലെന്ന്. വചനം പറയാൻ നിനക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പറഞ്ഞ് പഠിക്കണം. വചനം പറഞ്ഞാൽ നിന്റെ വേര് ആഴത്തിൽ വേരൂണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. സങ്കീർത്തനം 119 105 തിരുവചനം വായിച്ചേ. 105 അതിന്റെ 105. ആ നല്ല വചനം വായിച്ചോ. കിട്ടിയില്ലേ? അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. പ്രകാശവുമാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പാതയിൽ പ്രകാശവുമാണെന്ന്. പ്രകാശം. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായം 12-ാം തിരുവചനം വളരെ പരിചിതമായ മറ്റൊരു വചനമാണ്. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 12 ഒച്ചത്തി വായിച്ചേ. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയാ. 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 പ്രിയപ്പെട്ടവരെ, വചനം വ്യക്തിയുടെ ഉള്ളിലോട്ട് കടന്നു വന്നാൽ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് ആ വ്യക്തിയുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉളവാക്കും. വചനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ അതിശക്തമായ മാറ്റങ്ങൾ ഉളവാക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോട് പറ, വചനം നിന്നെ മാറ്റിമറിക്കും. വചനം നിന്നെ മാറ്റിമറിക്കും. ആ സൈഡിലിരിക്കുന്ന ഒരു ചേച്ചി ഇപ്പോൾ ഉരുണ്ടി വീഴും, മാറ്റിമറിക്കും. ഉറങ്ങി അങ്ങോട്ട് നോക്കാൻ നാണായകൊണ്ട് ഇങ്ങോട്ട് നോക്കി. ഇനി അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ദേ പ്രൈസ് ദി ലോർഡ്. ആ ചേച്ചി നിവർന്നിരുന്നു. ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി നല്ല ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, അത് മാറ്റമുളവാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന ഒരു ബ്രിട്ടീഷ് മിഷനറിയാണ് ബെഞ്ചമിൻ ബെയ്ലി. ബെഞ്ചമിൻ ബെയ്ലി. എന്താണ് പേര്? ബെഞ്ചമിൻ ബെയ്ലി. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മലയാളത്തിലേക്ക് ഈ ബൈബിൾ ഒന്ന് തർജ്ജിമ ചെയ്യണം. പക്ഷേ ഇദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരു നല്ല മലയാളം അറിയാവുന്ന ഭാഷാ പണ്ഡിതനെ അന്വേഷിച്ച് നടക്കുവാണ്. അങ്ങനെ അയാൾ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ചാന്തുമേനോൻ എന്ന് പറയുന്നൊരു വ്യക്തി. നിങ്ങളൊരു പക്ഷേ ചന്തുമേനോനെ കേട്ടിട്ടുണ്ടോ? പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഏത്? ഇന്ദുലേഖയിലെ ചന്തുമേനോൻ. ആ ചന്തുമേനോനല്ല ഇത്. ചെങ്ങന്നൂരും ഒറ്റപ്പാലത്തൊക്കെ തഹസീൽദാറായിരുന്ന ഒരു ചാന്തുമേനോൻ. ഇദ്ദേഹം ഭാഷാ പടുവാണ്. മലയാളവും സംസ്കൃതവും ഒക്കെ നന്നായിട്ടറിയാം. നമ്മുടെ ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന വ്യക്തി ഈ ചാന്തുമേനോനെ കൂട്ടുപിടിച്ചു. എന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് മലയാളത്തിലേക്ക് ആദ്യമായി ബൈബിൾ വിവർത്തനം ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. ചാന്തുമേനോൻ മറ്റൊരു മതസമൂഹത്തിൽ പെട്ടതാണ്. പക്ഷേ ഈ ബൈബിൾ ഉൽപ്പത്തി മുതൽ ഇദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്താണെന്നറിഞ്ഞുകൂടാ, ഈ ചാന്തുമേനോൻ്റെ ഉള്ളിൽ അതിശക്തമായ മാറ്റങ്ങൾ. പഴയ നിയമം ഇങ്ങനെ വായിച്ച് ചെന്ന് ചേർന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു പ്രതീക്ഷ, പുതിയ നിയമത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നൊരു കാര്യം പറയട്ടെ. പുതിയ നിയമവും പഴയ നിയമവും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് നമ്മുടെ കയ്യിലേക്ക് ബൈബിൾ കയ്യിൽ കിട്ടിയത് ഈ ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന ഈ ഒരു ബ്രിട്ടീഷ് മിഷനറിയിലൂടെയും ചാന്തുമേനോനിലൂടെയുമാണ്. അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് മലയാളത്തിൽ ബൈബിൾ കിട്ടിയപ്പോൾ സംഭവിച്ചൊരു കാര്യം, ഇങ്ങനെ തർജിമ ചെയ്ത ഈ ചാന്തുമേനോൻ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് അങ്ങോട്ട് ഉടക്കി
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശുവെന്ന് പറയുന്ന വ്യക്തിക്ക് അത്രമേൽ സ്വാധീനം കടന്നു വന്നു. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഈ ചാന്തുമേനോൻ സ്വീകരിച്ചു. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. പോരെ നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ. 1819 ഇദ്ദേഹവും പിന്നീട് 1831 നവംബർ മാസം 2-ാം തീയതിയിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ കുടുംബവും യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ചരിത്രമാണ്. ഗൂഗിളിൽ പരതിയാൽ കിട്ടും. അല്ലാതെ ഇത് ആകാശത്ത് എവിടെ നിന്ന് കൊണ്ടുവന്നൊരു കഥയല്ല. ചരിത്രം നമ്മുടെ മുമ്പിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന മലയാളം ബൈബിളിൻ്റെ പിന്നാമ്പുറത്തിൻ്റെ ആദ്യത്തെ താളിൽ എഴുതി വെച്ചിരിക്കുന്നൊരു കാര്യം, ജീവിതത്തിൽ സംഭവിച്ച കാര്യം. വചനം വായിക്കും തോറും, വചനം പറയും തോറും, വചനത്തോട് സ്നേഹം കാണിക്കും തോറും വ്യക്തിയുടെ ഉള്ളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉളവാകും. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് വചനം വേരിറങ്ങണം. നമ്മുടെ ജീവിതത്തിൽ വചനം വേരിറങ്ങണം. സങ്കീർത്തനം 91 അതിൻ്റെ 7-ാം തിരുവചനം എന്താ? സങ്കീർത്തനം 91 അതിൻ്റെ 7-ാം തിരുവചനം. 91-ാം സങ്കീർത്തനം കാണാതറിയാലോ. അതിൻ്റെ 7-ാം തിരുവചനം നമ്മളൊന്ന് പറഞ്ഞേ. 7-ാം തിരുവചനം. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല. ഹല്ലേലൂയാ. ദേ നിന്റെ വലതുവശത്ത് പലരും ഉരുണ്ടി വീഴും, ഇടതുവശത്ത് വീഴും, പക്ഷേ യു വിൽ സ്റ്റാൻഡ് സ്ട്രോങ്. നീ സ്ട്രോങ് ആയിട്ടിരിക്കും. കാരണം നിന്റെ വേര് ആഴത്തിൽ വളർന്നിട്ടുണ്ട്. നീ വചനത്തിൽ വേരുറപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. ചുറ്റുവട്ടത്ത് പലതും സംഭവിക്കും. ഹല്ലേലൂയാ. നിന്റെ വേര് ആഴത്തിൽ വളരണം. കൊളോസസ് ലേഖനം 2-ാം അധ്യായം 6-7 തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ഒന്ന് തുറന്ന് വായിച്ചേ. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-7 തിരുവചനം. 6-7 2-ാം അധ്യായം 6-7 വായിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അടുത്ത വചനം വായിച്ചോ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ട് പറഞ്ഞേ, വാക്ക് പറഞ്ഞേ, വേരുറപ്പിക്കപ്പെട്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലൂക്കാ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം. ലൂക്ക 8:15 നമുക്ക് വളരെ പരിചിതമായ ഒരു സംഭവമാണ്. ഇതാ ഈശോ നമ്മളോട് പറയാണ്. എന്താ പറയണമെന്നറിയോ? ലൂക്ക 8-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം. 8:15. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കും. നല്ല നിലത്ത് വീണ വിത്ത് വചനമാണ്. ഈ വിത്ത് നിന്റെ ഉള്ളിൽ വീണാൽ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കും. എഫേസസ് ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവചനം തുറന്നാലോ, വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 17. 17-ാം തിരുവചനം. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹയുടെ പ്രാർത്ഥനയാണ്. ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ ജീവിതം വേരുപാകപ്പെടണം, വചനത്തിൽ വേരുപാകപ്പെടണം. ഒച്ചത്തിൽ പറ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം ഒന്ന് തുറന്നേ. ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനം. 1-ാം അധ്യായം 21-ാം തിരുവചനം. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയെ ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും, കണ്ടോ, വചനം വിത്ത് പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് നോക്കിക്കേ. വചനത്തിൽ വേര് പാകപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതിന് വെറുതെ വചനം വായിച്ചാൽ മാത്രം പോരാ, വചനത്തിൽ നമ്മൾ വസിക്കണം. വായിക്കുന്നതും വസിക്കുന്നതും രണ്ടും രണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരിയോ തെറ്റോ? വായിക്കുന്നതും വസിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എന്ത് കിട്ടും? വെള്ളം കിട്ടുമെന്നോ?
ആദ്യം വെയിറ്റർ കൊണ്ട് എന്ത് തരും? മെനു കാർഡ് കൊണ്ട് തന്നു. മെനു പലതും വായിച്ചാൽ മനസ്സിലാകത്തില്ല, എന്നാലും നമ്മുടെ ഇരിപ്പ് ഇതെല്ലാം അറിയാവുന്ന പോലെ ആയിരിക്കുമല്ലോ, അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഒന്നും വായിച്ചാൽ മനസ്സിലാവത്തില്ല, എന്നിട്ട് ഇതെല്ലാം കൂടെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണമൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു ചിക്കൻ ബിരിയാണി. അല്ല, ഇത് പറയാനാണോ ഇത്രയും കഷ്ടപ്പെട്ടത്? അത് നമ്മൾ അങ്ങനെയാണ്. ഇല്ലെങ്കിൽ പറയും പൊറോട്ടയും ബീഫും ഉണ്ടോ ചേട്ടാ, അത് മതി. കാരണം ഇതെല്ലാം നോക്കും മെനു. ഞാൻ ചോദിക്കട്ടെ, ഈ മെനു കാർഡ് ഇതിങ്ങനെ നോക്കി, മെനു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നിന്റെ വിശപ്പ് മാറുമോ? നീ അത് വായിച്ചു വിശപ്പ് മാറുമോ? വിശപ്പ് മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ മെനു കാർഡിലുള്ളത് നീ നോക്കിയിട്ട് അത് ഓർഡർ ചെയ്തിട്ട് ആ ഭക്ഷണം നിന്റെ മുമ്പിൽ വരും, അത് നീ ഭക്ഷിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ മെനു കാർഡ് കയ്യിലുണ്ട് എല്ലാം ഓക്കെ, മതിയോ? പോരെന്ന്, ഇത് നീ ഭക്ഷിക്കണം. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറ, വചനം ഭക്ഷിക്കണം. ഹല്ലേലൂയാ. ആശുപത്രിയിൽ ഡോക്ടർ നിനക്ക് മരുന്നിൻ്റെ കുറിപ്പടി തന്നു. ഇന്ന മരുന്ന് കഴിക്കണം, കുറിപ്പടി എഴുതി തന്നു. ഡോക്ടർ എഴുതുന്നത് നമുക്ക് വായിക്കാൻ അറിഞ്ഞുകൂടല്ലോ. അത് പിടിച്ചു. ഇത് പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ രോഗം മാറുമോ? ഇനി എന്ത് ചെയ്യണം? ഈ കുറിപ്പടി നീ മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുചെന്ന് അവിടുന്ന് മരുന്ന് വാങ്ങി നീ അത് ഭക്ഷിക്കണം, നീ അത് കഴിക്കണം. ഹല്ലേലൂയാ. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ഥലം വരെ പോകണം. നിങ്ങൾ ഗൂഗിളിൽ റൂട്ട് മാപ്പ് നോക്കി കണ്ടു, 3/4 മണിക്കൂർ എത്തും. എത്തിയോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? നമ്മൾ എത്താൻ വേണ്ടി വണ്ടി പോകണം. അല്ലാതെ റൂട്ട് മാപ്പ് നോക്കിയതോടുകൂടി അവിടെ എത്തത്തില്ല. എന്നുള്ളത് പോലെ വചനം നിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, ഈ വചനം നീ ഭക്ഷിക്കണം. സ്വരത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-ാം തിരുവചനം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 1 ചാപ്റ്റർ 8 വേഴ്സ് 31, 8-ാം അധ്യായം 31-ാം തിരുവചനം വായിച്ചാലോ? തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ വചനത്തിൽ നിലനിൽക്കണം. വചനം നിന്റെ ഉള്ളിലോട്ട് കടന്നു വരണം. വചനം നീ സ്വീകരിക്കണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. വെറുതെ വചനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. വചനത്തിൽ വസിക്കണം. വചനം നീ ഭക്ഷിക്കണം. വചനം നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 16-17 വചനം ഒന്ന് വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു തിമത്തി ചാപ്റ്റർ 3, തിമോത്തിയോസിന് എഴുതിയ 2-ാം പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 16-17 തിരുവചനം ഒന്ന് വായിച്ചാലോ? വായിച്ചോ. നല്ല വചന വായിച്ചോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിലും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത വരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നേ. വലതും ഇടതും ഇരിക്കുന്ന ആത്മാവിനെ ഒന്ന് കൈ പിടിച്ചൊന്ന് എഴുന്നേൽപ്പിച്ചോ. ചിലതിന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം, വേര് നന്നായിട്ട് പാകിപ്പോയി, അതവിടെ ഇരുന്ന് പോയി, വേര് ഉറപ്പിക്കപ്പെട്ടു. അതിനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കൂ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. എന്നെ പ്രിയരെ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, നമ്മൾ കാറ്റിൽ വീണു പോകാതിരിക്കാൻ, പ്രതിസന്ധികൾ ആടിയുലഞ്ഞ് ഉരുണ്ട് വീഴാതിരിക്കാൻ നീ നന്നായി വേര് പാകപ്പെടണം. വചനത്തിൽ വേര് പാകപ്പെടണം. ഇതാ നിന്നെ കർത്താവ് ക്ഷണിക്കുന്നത് ഈ കൃപയ്ക്കാണ്. സങ്കീർത്തനം 1-ാം അധ്യായം 3-ാം വചനം പഠിപ്പിക്കുന്നത് പോലെ നീ ആറ്റുതീരത്ത് നട്ട ഒരു വൃക്ഷമാണ്. ഇല കൊഴിയപ്പെടാതെ വേനൽക്കാലത്തും ഫലം തരുന്ന നല്ല പച്ചമരം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഒരു ക്രിസ്ത്യാനിക്കുള്ള വലിയൊരു കൃപയെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എൻ്റെ പ്രിയരെ, വചനം വായിക്കാൻ, വചനം ധ്യാനിക്കാൻ, വചനം പാലിക്കാനുള്ള വലിയൊരു തീരുമാനം. ഒരുപക്ഷെ ഈ ശുശ്രൂഷ സമയത്ത് ചിലര് നാളുകളായി വചനം തുറക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ തീരുമാനങ്ങൾ എടുക്കണം. ഒരുപക്ഷെ ചില സമയങ്ങളിൽ വചനം വായിക്കാൻ വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വചനം ജീവിതത്തിൽ തുറക്കാത്തവരുണ്ട്. ശ്രദ്ധിച്ചോ, വചനം വായിക്കാൻ, ധ്യാനിക്കാൻ, നിന്റെ അധരത്തിൽ അത് പറയാനുള്ള തീരുമാനം.
വചനത്തിൽ വസിക്കാനുള്ള തീരുമാനം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് എല്ലാ ദൈവജനവും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് നാവ് തുറന്നൊന്ന് പറഞ്ഞ് ഈശോയെന്നൊന്ന് വിളിച്ച് ദൈവത്തിന്റെ ശക്തി ഓരോ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്കും അത്ഭുതകരമായിട്ട് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറ്റട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവേ, ശുശ്രൂഷ സമയത്ത് വചനത്തോടുള്ള ദാഹം നൽകണമേ. ആരാധന 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ ആമേൻ ആമേൻ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവത്തിൻ്റെ അതിശക്തമായ കൃപ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാരാധനയുടെ സമയമാണ്. അത്ഭുതകരമായ രോഗശാന്തികൾ, വിടുതലുകൾ സംഭവിക്കുന്ന സമയം. അപ്പം അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, ദൂരങ്ങളിലായിരിക്കുന്നവർ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു തീരുമാനം. സാധിക്കുന്നവരെല്ലാവരും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ജെറമിയായുടെ പ്രവചനം 17-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. തുടർന്നുള്ള വചനം ഇങ്ങനെയാണ്: അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്, വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വചനം നിന്നിൽ സംഭവിക്കട്ടെ. നിന്റെ ജീവിതം ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. നിന്റെ വേര് വചനത്തിൽ അത് പാകപ്പെട്ടിരിക്കുകയാണ്. നിന്നെ ഒരു കാരണവശാലും ഒന്നിനും നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. വേനൽക്കാലത്തെ ഭയപ്പെടേണ്ട, ഒരു കാലത്ത് നീ ഉത്കണ്ഠപ്പെടേണ്ട. നിന്റെ ജീവിതം എന്നും പച്ചയായിരിക്കും, അത് ഫലം നൽകിക്കൊണ്ടിരിക്കും. ഓരോ വ്യക്തിയും വിശ്വസിച്ച് അത് ഏറ്റെടുക്കണം. കർത്താവേ, ഈ ആരാധന സമയത്ത് ഞാൻ അത് ഏറ്റെടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കപ്പെടട്ടെ. കർത്താവ്, ഈ വചനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകമായി കർത്താവ് എന്നിൽ ഇത് സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ശരീരത്തിൻ്റെ മേൽ ഈ വചനത്തിൻ്റെ അഭിഷേകം വെളിപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചോ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ നിങ്ങൾ അനുഭവിക്കുന്ന അനേക ശാരീരിക രോഗപീഠകളുണ്ട്, അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. തലയ്ക്ക് വേദന, തലയ്ക്ക് ഭാരം, തലയിൽ എന്തോ കയറ്റിവെച്ചതുപോലുള്ള അവസ്ഥ ഉള്ളവരുണ്ട്, പ്രാർത്ഥിച്ചോ. ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ, ഏതെങ്കിലും വീഴ്ചയുടെ ഭാഗമായിട്ടുണ്ടായ രോഗപീഠകൾ ഉള്ളവരുണ്ട്, സമർപ്പിച്ചോ. കർത്താവേ, അങ്ങെന്നിൽ ഇടപെടണമേ. തലവേദന, ശക്തമായ തലവേദന, തലകുത്തി വേദന, അസ്വസ്ഥത, മൈഗ്രെയിൻ രോഗപീഠകൾ, കർത്താവെ, സൈനസ് രോഗപീഠകൾ സമർപ്പിക്കുന്നു. മൂക്ക്, നാസാരന്ധ്രം, ശ്വാസം മുട്ടൽ, മൂക്കിൽ ദശ വളരുന്ന രോഗങ്ങൾ കർത്താവെ സമർപ്പിക്കുന്നു. ശ്വാസതടസ്സം കർത്താവ് എടുത്ത് മാറ്റട്ടെ. കർത്താവെ, മൂക്കടപ്പ് കർത്താവ് എടുത്ത് മാറ്റട്ടെ. ചില വ്യക്തികൾക്ക് മൂക്കടപ്പ് വരുന്നതുകൊണ്ട് തലവേദന അനുഭവപ്പെടുന്നവരുണ്ട്, സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് നിന്നിൽ ഇടപെടും. ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് നീ. നിന്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നിന്നിലേക്ക് കടന്നു വരട്ടെ. ജെറമിയ 17:14. കർത്താവെ, അങ്ങനെ സൗഖ്യപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവിനെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങിലാണ് എൻ്റെ പ്രത്യാശ. നിന്റെ നാവ്, ചുണ്ട്, പല്ല്, മോണ പഴുപ്പ്, മൗത്ത് അൾസർ, അലർജി രോഗങ്ങൾ, പല്ല് വേദന കർത്താവെ സമർപ്പിക്കുന്നു. ചെവിയുടെ വേദന, ചെവിക്ക് ചുറ്റും ഇങ്ങനെ മൂളിച്ച പോലത്തെ സ്വരം, അസ്വസ്ഥത, ഭാരം, ചെവിയിൽ നിന്ന് പഴുപ്പ്, വേദന, കേൾവി സംബന്ധമായ തകർച്ചകൾ സമർപ്പിക്കുക. കണ്ണ് സമർപ്പിച്ചോ. കാഴ്ച സംബന്ധമായിട്ടുള്ള വേദനകൾ, അസ്വസ്ഥതകൾ, കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരുന്ന കണ്ണിന് ചൊറിച്ചിൽ, ചില ഭാരങ്ങളുണ്ട്, അത് സമർപ്പിച്ചോ. കഴുത്ത് സമർപ്പിക്കുക. തൊണ്ട വേദന, സ്വര സംബന്ധമായ വേദനകൾ, അസ്വസ്ഥതകൾ, തൊണ്ടയ്ക്ക് കഴുത്തിന് നീരുള്ളവരുണ്ട്, പ്രാർത്ഥിച്ചോ. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം സംഭവിക്കപ്പെടട്ടെ. തൈറോയ്ഡ് രോഗപീഠകൾ, ത്രോട്ട് ഇൻഫെക്ഷൻസ്, സ്വര സംബന്ധമായ രോഗങ്ങൾ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായ അസ്വസ്ഥതകൾ, ഭാരങ്ങൾ സമർപ്പിച്ചോ. രണ്ട് കരങ്ങൾ, കരങ്ങളുടെ ബലക്കുറവ്, അസ്ഥികളുടെ തേയ്മാനം, കൈകൾ ഉയർത്താൻ ബുദ്ധിമുട്ട്, കൈകളുടെ വേദന, മസിൽ പെയിൻ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വീഴ്ചയുടെ ഫലമായിട്ടുണ്ടായ വേദനകൾ, ഒരുപക്ഷെ കൈക്ക് വിറവൽ, ഒരു ഒപ്പിടാൻ പോലും പറ്റാത്തവണ്ണം കൈകൾക്കുള്ള അസ്വസ്ഥത, ഭാരം സമർപ്പിക്കുന്നു.
നെഞ്ചിൻ്റെ വേദന, ശ്വാസം മുട്ടൽ, നെഞ്ചിലെന്തോ കയറ്റി വെച്ചതുപോലുള്ള അവസ്ഥ, ഗ്യാസ് ട്രബിൾ രോഗപീഠകൾ, ഹാർട്ട് സംബന്ധമായ ചെറുതും വലുതുമായ രോഗങ്ങൾ, ലങ്സ്, ശ്വാസകോശം, പ്രത്യേകിച്ച് കിഡ്നി, ലിവർ ഫങ്ഷൻസ്, കരൾ രോഗങ്ങൾ സമർപ്പിക്കുക. വൻകുടൽ, ചെറുകുടൽ, നിൻ്റെ എൻ്റയർ ഡൈജഷൻ പ്രോസസ്, ദഹനേന്ദ്രിയം, ചില ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് വീർക്കുന്നു, ഗ്യാസ് ട്രബിൾ, അസ്വസ്ഥത, അലർജി രോഗങ്ങൾ, ചില ഭക്ഷണം കഴിച്ചാൽ അലർജി, എപ്പോഴും ഓക്കാനിക്കാൻ വരുന്ന വൊമിറ്റിംഗ് ടെൻഡൻസി, അടിവയറ് വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ എൻ്റെ മേൽ അത്ഭുതകരമായ കൃപ സംഭവിക്കട്ടെ. അനേകരെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്, സമർപ്പിച്ചോണം. കർത്താവെ സമർപ്പിക്കുന്ന അൾസർ രോഗികളെ പ്രത്യേകം കർത്താവ് അനുഗ്രഹിക്കുന്നു, സൗഖ്യപ്പെടുത്തുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നടുവിൻ്റെ വേദന, പുറം വേദന, കുനിയാനോ നിവരാനോ പറ്റാത്ത വണ്ണമുള്ള വേദന, അസ്വസ്ഥതകൾ, പ്രത്യേകമായിട്ട് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, പീഡകൾ, ലൈംഗിക സംബന്ധമായ രോഗങ്ങൾ, പീഡകൾ, അലർജി രോഗങ്ങൾ, പൈൽസ്, ബ്ലീഡിങ് രോഗങ്ങൾ, പീരിയഡ് സംബന്ധമായ സ്ത്രീജന്യ രോഗങ്ങൾ സമർപ്പിക്കുക. കർത്താവിൻ്റെ മുമ്പിൽ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യൂറിനറി ഇൻഫെക്ഷൻസ്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, 2 കാല്, കാലിൻ്റെ മുട്ട്, മുട്ടിൻ്റെ വേദന, നടക്കാൻ ബുദ്ധിമുട്ട്, മുട്ട് കുത്താൻ ബുദ്ധിമുട്ട്, മുട്ടിന് തേയ്മാനം, നടക്കുമ്പോൾ വേച്ച് പോകുന്നത് പോലുള്ള അവസ്ഥ സമർപ്പിക്കുക. കാലിൻ്റെ കാൽപാദം, വേരിക്കോസ് വെയിൻ, ഞരമ്പ് തടിച്ച് അസ്വസ്ഥത, ഒരുപക്ഷെ മസിൽ പെയിൻ, കാലിൻ്റെ ഉപ്പൂറ്റ് വേദന, ഉപ്പൂറ്റ് വിണ്ട് കീറുന്നു, കാലിൽ ആണി രോഗങ്ങൾ, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള അനേക രോഗങ്ങൾ. എൻ്റെ പ്രിയരെ, 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോ. ജെറമിയ 17:14, കർത്താവെ എന്നെ സൗഖ്യപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യപ്പെടും. കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, മറിച്ച് അവിടുത്തെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തത്. വചനത്തിൽ വേരൂന്നക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ കർത്താവിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. കർത്താവ് അനേകരെ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ കൃപ നിൻ്റെ മേൽ വെളിപ്പെടുന്നുണ്ട്. ജിഷ എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവ് അടിവയറ് വേദനയുള്ള അനേകരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഒരു സ്ത്രീ വളരെ വലിയ വേദനയോടുകൂടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതാ തൊട്ട് അനുഗ്രഹിക്കുന്നു. സ്നേഹ എന്ന പേരുള്ള മറ്റൊരു പെൺകുട്ടിയെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. ദിവസങ്ങളായി തലമുടി കൊഴിയുന്ന അലർജി രോഗപീഠയുള്ളൊരു വ്യക്തിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച് നിന്റെ ശാരീരിക രോഗപീഠകളുടെ മേൽ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി കടന്നു ചെല്ലപ്പെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ഓരോ വ്യക്തിയുടെ മേലും കർത്താവിൻ്റെ കൃപ വർഷിക്കപ്പെടട്ടെ. ശാരീരിക രോഗപീഠകളുടെ മേൽ അധികാരമുള്ളവൻ ഇതാ നിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക രോഗികളെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. തീപ്പൊള്ളൽ ഏറ്റതിന് ശേഷം കൈ പൊള്ളി ദിവസങ്ങളായി വലിയ വിഷമത്തിലും അതിങ്ങനെ പഴുത്തു വരുന്നു അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷ സമയത്ത് അത് സംഭവിക്കപ്പെടുന്നു. ഈശോ നിന്റെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. നിരാശപ്പെട്ടിരിക്കുന്ന അനേകരെ കർത്താവ് ബലപ്പെടുത്തുന്നു. നീ തളർന്നു പോകില്ല എന്ന് കർത്താവ് ചിലരുടെ കൈക്ക് പിടിച്ച് ഉറപ്പ് നൽകുന്നു. ഹെബ്രായ ലേഖനം 13:5, ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. കർത്താവ് നിന്നോട് പറയുന്നു, വിശ്വസിക്കണം. 2 കരങ്ങൾ അൽത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച് ഇന്നത്തെ നിന്റെ ജീവിത അവസ്ഥയിലേക്ക് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്നെ കർത്താവ് നാണക്കേടിൽ നിന്ന് രക്ഷിക്കും. കർത്താവ് ഒരു വ്യക്തിയോട് പറയുക, ഒരു വലിയ നാണക്കേട്, കർത്താവെ ഈ നാണക്കേടിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിക്കും. നീ ലജ്ജിതനാവുകയില്ല. യെശയ്യാ പ്രവചനം 54:4, നീ ലജ്ജിതനാവുകയില്ല, നീ നാണം കെടേണ്ടി വരില്ല. കർത്താവ് നിന്നിൽ ഇടപെടുന്നു, വിശ്വസിക്കണം. യെശയ്യാ പ്രവചനം 43:3, യാക്കോബ് നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. യെശയ്യായുടെ പ്രവചനം 43:1, ഇത് അനേകരിൽ സംഭവിക്കുന്നു. 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ, ഈശോയെന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ. അത്ഭുതകരമായ കൃപകൾ ഓരോ വ്യക്തിയിലേക്ക് വർഷിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വർഷിക്കപ്പെടട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ആരാധന 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 ആരാധന. തൈറോയ്ഡ് രോഗപീഠയുള്ള വ്യക്തിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. ആ വ്യക്തി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്റെ മേലുണ്ട്, കർത്താവ് നിന്റെ മേലുണ്ട്. തൊട്ടാവാടി സ്വഭാവം പോലെ എന്തു പറഞ്ഞാലും പെട്ടെന്ന് വാടിപ്പോകുന്ന വളരെ ഭാരപ്പെട്ട് ഒരു സ്ത്രീ ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആ സ്ത്രീയുടെ ഉള്ളിൽ വലിയ നിരാശയുണ്ട്, ജീവിതം തീർന്നോ എന്ന് ചിന്തിക്കുന്നുണ്ട്.
ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നു. കർത്താവ് പറയുന്നു, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. യെശയ്യായുടെ പ്രവചനം 43:4 കർത്താവ് പറയുന്നു, നീ വിലപ്പെട്ട വ്യക്തിയാണ്, അമൂല്യയാണ്, നീ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണ്. നീ ഇന്നിങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ തുടരരുത്. വചനത്തിൽ വിശ്വസിക്കുക, വചനം നിന്നെ ബലപ്പെടുത്തും. 2 കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ആ ഉയർത്തിയ കൈകൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് നിന്റെ മനസ്സിന്റെ സകല ഭാരങ്ങളും കർത്താവ് കാണുന്നു. കർത്താവ് ഇന്നും ജീവിക്കുന്നു. ജെറമിയ 29:11 നിന്നെക്കുറിച്ച് കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അത് നിന്നിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത് സംഭവിക്കട്ടെ. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് ശക്തമായിട്ട് ബലപ്പെടുത്തുന്നു. വലിയ ആങ്സൈറ്റിയിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടിയാണ്. പല തവണ തോറ്റ പെൺകുട്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ എഴുതുമ്പോൾ വലിയ ഭാരം. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. കർത്താവ് നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. ജെറമിയ 29:11 നിന്നിൽ സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ നിന്നിൽ സംഭവിക്കപ്പെടട്ടെ. നിന്റെ ജീവിതത്തെ കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവിന് നിന്റെ മേൽ ശക്തമായ കൃപ ഒഴുക്കുവാൻ ഇതാ അവസരമൊരുക്കപ്പെട്ടിരിക്കുന്നു. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഒരു സ്ഥലം വിൽപ്പനയോട് ചേർന്ന് അഡ്വാൻസ് തുക സ്വീകരിച്ചു. പിന്നീട് വലിയ ഭാരം, പ്രശ്ന, അസ്വസ്ഥത. ഒരു കുടുംബത്തിൻ്റെ നാളുകളായിട്ടുള്ള ഒരു വലിയ സങ്കടമാണ്. ആ വിഷയത്തിൽ കർത്താവ് ഇടപെട്ട് അനുഗ്രഹിക്കുന്നു. നിനക്കൊരു സൊല്യൂഷൻ കർത്താവ് നൽകും. ഒരു സൊല്യൂഷൻ, ഒരു ഉത്തരം കർത്താവ് നൽകും. ഈ ദിവസങ്ങൾ നീ അനുഗ്രഹിക്കപ്പെടും. നീ അത് തിരിച്ചറിയുക. കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത് സംഭവിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയിലും ഇത് സംഭവിക്കപ്പെടട്ടെ. നിന്റെ നിയോഗങ്ങൾ കർത്താവ് ഇടപെടട്ടെ. അലർജി രോഗപീഠകളെ കർത്താവ് ശാസിക്കുന്നു, നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കുന്നു. നീ അത് വിശ്വസിക്കുക, ക്ലെയിം ചെയ്യുക. അത് എന്നിൽ സംഭവിക്കട്ടെ എന്ന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. പ്രത്യേകിച്ച് അലർജി രോഗപീഠയുള്ളവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. ഇതെന്നിൽ സംഭവിക്കുന്നെന്ന് വിശ്വസിക്കുക. കർത്താവ് എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവെ അങ്ങനെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം അത് ഏറ്റെടുക്കുക. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആറ്റ് തീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കണം.